കേരളത്തിലെ വാഹനപ്രേമികൾക്കിടയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്ന വിഷയമാണ് വാഹന മോഡിഫിക്കേഷൻ നിയമവിധേയമാക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലും വാഹന ഗ്രൂപ്പുകളിലും വലിയ ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രധാന സംശയം ഉയരുന്നുണ്ട്. മുൻ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ മുമ്പ് പറഞ്ഞത് വാഹന മോഡിഫിക്കേഷൻ സംബന്ധിച്ച നിയമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പരിധിയിലാണെന്നും സംസ്ഥാന സർക്കാരിന് അതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ലെന്നുമാണ്. അപ്പോൾ മുഖ്യമന്ത്രി നൽകിയ ഈ വാഗ്ദാനം വെറും രാഷ്ട്രീയ പ്രഖ്യാപനമാണോ? അല്ലെങ്കിൽ ഇതിനു പിന്നിൽ യാഥാർത്ഥ്യത്തിൽ നിയമപരമായ വഴികളുണ്ടോ? സത്യത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ ചില പരിധികളോടെ വാഹന മോഡിഫിക്കേഷൻ അനുവദിക്കാൻ സാധ്യതകളുണ്ട്. പക്ഷെ അതിന് സർക്കാരിന് നിയമപരമായും ഭരണഘടനാപരമായും ചില നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഇത് മനസ്സിലാക്കാൻ ആദ്യം നിലവിലുള്ള നിയമം എന്താണെന്ന് നോക്കണം. 1988 മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 52 2019 സുപ്രീം കോടതി വിധിയും അനുസരിച്ച് വാഹനത്തിന്റെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുന്നത് നിയമവിരുദ്ധമാണ്. അതായത് കമ്പനി നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പലരും കേരളത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത്. എന്നാൽ ഭരണഘടനയിൽ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ചില അധികാരങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. മോട്ടോർ വാഹന നിയമം കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അതായത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപീകരിക്കാൻ അധികാരമുണ്ട്. സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്ന് രാഷ്ട്രപതിയുടെ അംഗീകാരം നേടിയാൽ ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ എന്നത് എന്താണെന്ന് വ്യക്തമായി നിർവചിക്കാനും സർക്കാരിന് കഴിയും. പലപ്പോഴും ആക്സസറീസ് ഫിറ്റ് ചെയ്യുന്നതിലാണ് MVD പിഴ ഈടാക്കുന്നത്. അലോയ് വീൽസ്, റൂഫ് റെയിൽ, ബമ്പർ, എക്സ്ട്രാ ലൈറ്റ്സ്, കളർ ചേഞ്ച് പോലുള്ള കാര്യങ്ങളെ അടിസ്ഥാന ഘടന മാറ്റമായി കണക്കാക്കേണ്ടതില്ലെന്ന് സർക്കാർ വ്യക്തമാക്കാൻ സാധ്യതയുണ്ട്. എഞ്ചിൻ, ചേസിസ് പോലുള്ള പ്രധാന ഭാഗങ്ങളിൽ മാറ്റം വരുത്തുന്നതിനെ മാത്രം നിയമവിരുദ്ധമായി കാണുകയും ബാക്കി കാര്യങ്ങളിൽ ഇളവ് നൽകുകയും ചെയ്യാൻ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇതിനു പുറമെ മോഡിഫൈഡ് വെഹിക്കിൾസിനായി പ്രത്യേക സേഫ്റ്റി സർട്ടിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവരാനും സാധിക്കും. സർക്കാർ അംഗീകൃത പരിശോധനാ കേന്ദ്രങ്ങളിൽ വാഹനം പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കിയ ശേഷം റോഡ് പെർമിഷൻ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാനും സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇതിനോടടുത്ത സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ നാളെ മുതൽ കേരളത്തിൽ മുഴുവൻ വാഹന മോഡിഫിക്കേഷനും നിയമവിധേയമാക്കും എന്നതല്ല ഇതിന്റെ അർത്ഥം. അതിന് നിയമസഭാ നടപടികളും പുതിയ ചട്ടങ്ങളും സർക്കാർ ഉത്തരവുകളും ആവശ്യമാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, സർക്കാർ ശക്തമായി ഇടപെട്ടാൽ നിലവിലെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വാഹന പ്രേമികൾക്ക് ആശ്വാസം നൽകുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കേരളത്തിൽ വാഹന മോഡിഫിക്കേഷൻ നിയമവിധേയമാക്കണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.